ഹലോ ഫ്രണ്ട്സ്, റൈഡർ സ്ലീറ്റ് ബോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വന്തം പിനാക്കിൾ വ്യൂ പോയിന്റിലാണുള്ളത്. നമ്മുടെ അന്നത്തെ ആ ഒരു പെറ്റിയടി സംഭവത്തിന് ശേഷം നമ്മൾ പിന്നീട് പിനാക്കിളിൽ ഒരു വീഡിയോ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം പിനാക്കിളിൻ്റെ അവസ്ഥയൊക്കെ കണ്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായി. റോഡിൻ്റെ രണ്ട് സൈഡിലും വരയൊക്കെ ഇട്ട് അടിപൊളി ഒരു ലുക്കാണ് ഇപ്പം പിനാക്കിളിനുള്ളത്. ഇപ്പം നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 2:30 ആയിട്ടുണ്ട്. പക്ഷേ അങ്ങ് മലയിലൊക്കെ ഇപ്പോഴും നല്ല രീതിയിലുള്ള മഞ്ഞൊക്കെ മൂടി കിടക്കുന്നതായിട്ടൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊന്നുമല്ല. ഇന്നത്തെ വീഡിയോ വണ്ടിയായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ സ്ലീറ്റ് ബോയുടെ ബാക്കിലത്തെ ടയർ നല്ല രീതിയിൽ തേഞ്ഞ് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ നിരന്തരം കാണുന്നവർക്ക് അറിയാൻ പറ്റും, നമ്മൾ ഫസ്റ്റ് ടയർ മാറിയത് 13,000 കിലോമീറ്ററിലാണ്. അപ്പം ഞാൻ അന്ന് പറഞ്ഞതാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് സിയറ്റിൻ്റെ ടയർ രണ്ടാമത് വിട്ടത്. ആദ്യത്തേത് നമ്മൾ ലഡാക്ക് റൈഡ് അടിച്ചപ്പോഴാണ് 13,000 കിലോമീറ്റർ ലൈഫ് കിട്ടിയെങ്കിൽ ഇപ്പോൾ നമ്മൾ കട്ട ലോക്കൽ യൂസ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡ്, നമ്മുടെ നാട്ടിൻപുറം, ആ ഒരു രീതിയിലുള്ള യൂസും കാര്യങ്ങളും ആയിരുന്നു നമ്മുടെ ബേബിയുമായിട്ട്. അപ്പോഴത്തെ ഇപ്പം കിട്ടിയേക്കുന്ന ലൈഫ് എന്ന് പറഞ്ഞാൽ വെറും 6,000 കിലോമീറ്റർ മാത്രമാണ് മച്ചന്മാരെ. 6,000 കിലോമീറ്റർ മാത്രമാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 19,000 കിലോമീറ്ററാണ്. 19,000 കിലോമീറ്ററിൽ ടയറിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഫുള്ള് കഴിഞ്ഞു, ഇനി ഓടത്തില്ല. ആ ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം രണ്ടാമത്തെ സിയറ്റിൻ്റെ ടയർ കിട്ടിയ ലൈഫ് പിന്നെ 6,000 കിലോമീറ്റർ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇടാൻ പോകുന്ന ടയർ അപ്പോളോയുടെ ടയറാണ് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളും സിയറ്റ്, അപ്പോളോ, MRF ഇത് മൂന്നുമാണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ലോക്കലായിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് മൊത്തം ഹൈ റേഞ്ച് ടയറുകളാണ്. ഈ ഒരു ടയറുകളുടെ താരതമ്യവും ഏത് ഇടണമെന്നുള്ളതും എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ടയറിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നമ്മുടെ ഫ്ലാറ്റ് സർഫസിലെ എല്ലാ കട്ടയും തേഞ്ഞ് തീർന്ന് നല്ല രീതിയിൽ ടയറിനെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. 18 ചില്ലറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കമാൻ 19 ആയിട്ടുണ്ട്. 19,044 കിലോമീറ്ററാണ്. വേണമെങ്കിൽ ഒരു 1000 കിലോമീറ്റർ കൂടെ നമുക്കിതിനെ നൂല് തെളിയിക്കുന്ന രീതിയിൽ ഓടിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മുടെ സ്ലീറ്റ് ബോയെ അങ്ങനെ കഷ്ടപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്തായാലും ഇന്ന് തന്നെ നമ്മൾ ഈ ടയർ മാറും. പിന്നെ നമ്മൾ ആദ്യം കിടന്ന ടയറും സിയറ്റിൻ്റെ ആയിരുന്നു. പിന്നെ അന്ന് 13,000 ലൈഫ് കിട്ടി. പിന്നീട് ഇട്ടതും സിയറ്റിൻ്റെ തന്നെയാണ്. അത് 6,000 ലൈഫ് കിട്ടി. ഡ്യുവൽ നേച്ചർ കാണിക്കുന്ന ഒരു ടയർ ആയതുകൊണ്ടല്ല നമുക്ക് ആ ഒരു ലൈഫ് കിട്ടിയത്. അതെല്ലാം ഞാൻ നമ്മുടെ ഷോപ്പിൽ ചെന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരാം. പിന്നെ എന്തുകൊണ്ട് ഇപ്പം നമ്മൾ അപ്പോളോ ചൂസ് ചെയ്യുന്നു? അപ്പോളോ അല്ലായിരുന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുമ്പേ ഞാൻ ഈ ഒരു ടയർ മാറിയാനെ. കാരണം സിയറ്റ് എല്ലായിടത്തും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അപ്പോളോ കുറേ ഷോപ്പുകളിൽ പോയിട്ടൊന്നും അവിടെ സ്റ്റോക്കില്ല കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ അവസ്ഥയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 19,000 കിലോമീറ്റർ ഓടിയിട്ട് സിയറ്റിൻ്റെ ടയർ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ടയറായിരുന്നു. സ്റ്റോക്ക് കിട്ടിയ ടയറാണ്. പക്ഷേ ഇനി ഇവനെ നമുക്ക് സുഖമായിട്ട് ഇനിയും ഒരു 7,000-8,000 കിലോമീറ്റർ കൂടെ ഇവൻ നമുക്ക് ഓടുമെന്നുള്ളത് പക്കായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വണ്ടിയുടെ ഇതുവരെയുള്ള ഒരു ഓവറോൾ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്ക് ബ്രേക്ക് പാഡ് നല്ല രീതിയിൽ ഇപ്പോഴും ബാലൻസ് ഉണ്ട്. ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡും കാര്യമായിട്ട് തേയ്മാനങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പം ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡും കാര്യങ്ങളോ ഒന്നും മാറേണ്ടി വരില്ല. പിന്നീട് നമുക്ക് വരുന്നത് ചെയിനാണ്. ചെയിനും 19,000 കിലോമീറ്ററിലും സ്റ്റോക്കിലുള്ള പോക്കറ്റും ചെയിനും എല്ലാം ആണ് കിടക്കുന്നത്. പക്ഷേ ചെയിനിൽ നിന്ന് ചെറിയൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ അടുത്ത സർവീസിനോ കാര്യങ്ങളിലോ ഉള്ളൂ നോക്കുന്നത്. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് നമ്മുടെ നമ്മുടെ പിനാക്കിളിൻ്റെ ആ ഒരു ലുക്കും വൈബും കാര്യങ്ങളൊക്കെ. കുറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പോൾ കണ്ടോ. പിന്നെ നമ്മുടെ ഒരു കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോകളിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സഫാനിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. സഫാനി ജസ്റ്റ് ഒന്ന് മാസ്ക് മാറ്റിക്കോ. അപ്പോൾ നമ്മൾ ഇൻട്രോ എടുത്തതിന് ശേഷം വണ്ടി എടുത്തുകൊണ്ട് ജസ്റ്റ് ഇങ്ങോട്ട് വന്ന കേട്ടോ. വേറെ ഒന്നുമല്ല, പിനാക്കിളിൻ്റെ ആ ഒരു വൈബ് ആ ഒരു 2:30 മണി സമയത്തുള്ള ഒരു വൈബ് കാണിച്ചു തരാനായിട്ടാണ് എടുത്തത്. ഇപ്പം ചെറിയ രീതിയിലുള്ളൊരു മഴക്കോളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുമെന്ന് അറിയത്തില്ല. മഴ പെയ്താലും നമുക്ക് കുഴപ്പമില്ല, നമ്മൾ അഞ്ചൽ വരെ പോകുന്നുള്ളൂ. ഇപ്പം വലിയ രീതിയിലുള്ള ആളോ കാര്യങ്ങളോ ഒന്നും പിനാക്കിളിൽ ഇപ്പോൾ ഇല്ല. ആ ഒരു പ്രകൃതി. പിന്നെ എന്താ ഈ മരം കണ്ടോ, ഈ മരം വളർന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പിനാക്കിൾ വീണ്ടും നമ്മുടെ ആ ഒരു പഴയ ഇതിലോട്ട് എത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരം പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് താഴോട്ടുള്ള വ്യൂ ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് കൂടിപ്പോയി 1-2 വർഷങ്ങൾ കൂടി മാത്രമേ കാണത്തുള്ളൂ ഈ ഒരു പിനാക്കിളിൻ്റെ ആസ്വദിക്കാൻ പറ്റുന്ന ആ ഒരു വൈബും കാര്യങ്ങളും. അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മുടെ പുനലൂർ അഞ്ചൽ റോഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അഞ്ചൽ എത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഷോപ്പിലാണ് നമ്മൾ ടയറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം കുഞ്ഞൊരു ഷോപ്പാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട് കേട്ടോ. അതാണ് മുഖത്ത് ഭയങ്കരമായിട്ടത്. അപ്പോൾ ഇപ്പം നമ്മളുള്ള ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചൽ തന്നെ PV ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. അവർക്ക് കരുവോണും പിന്നെ അഞ്ചലും ബ്രാഞ്ചുണ്ട്.
അത്യാവശ്യം അഞ്ചലുള്ള ചെറിയൊരു ഷോപ്പാണ്. പക്ഷേ നമ്മൾ കുറേ അടുത്ത് തിരക്കിയിട്ടൊന്നും ഈ ഒരു അപ്പോളോടെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സൈസ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 120/90/17 കേട്ടോ. ഈ 90 എന്ന് പറയുന്ന മോഡൽ എവിടെയല്ല, എല്ലായിടത്തും 80 അപ്പം അത് നമ്മൾ പറഞ്ഞെടുപ്പിച്ചാണ്. അപ്പം നമ്മൾ വണ്ടിയുടെ ടയർ മാറ്റാൻ പോവാണ്. സാധാ വണ്ടിയെക്കാട്ടിയും കുറച്ചും കൂടെ പാടായത് അളക്കാനായിട്ട്. അപ്പോൾ ചമ്മരെ നമ്മുടെ ടയർ ഊരിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ അവസ്ഥയിൽ നോക്കി കഴിഞ്ഞ ഓഫ് റോഡ് കഴിച്ചിട്ട് വണ്ടി വാഷ് ചെയ്തിട്ടില്ല കേട്ടോ, അമ്മാതിരി അവസ്ഥയിലിരിക്കുക. അപ്പോൾ എന്തായാലും ടയർ ഊരിക്കൊണ്ട് പോയിട്ടുണ്ട്. ടയർ ഇളക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ അപ്പോളോയുടെ ടയർ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വണ്ടി കയറി കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇതിൻ്റെ മുകളിൽ ചേട്ടാ കാറ്റൂരി വിട്ടു. ഓക്കെ, ഇതിൻ്റെ മുകളിൽ അപ്പോളോ 3 year അൺകണ്ടീഷണൽ വാറണ്ടി എന്നൊക്കെ അല്ലേ ചേട്ടാ? ഈ അൺകണ്ടീഷണൽ വാറണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? മാനുഫാക്ചറിംഗിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളാണോ? ഓക്കെ. അപ്പം 3 year വാറണ്ടിയൊക്കെ പറയുന്നുണ്ട്. നോക്കാം, എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടേതല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോളായിട്ട് ഫൈറ്റ് ചെയ്യാം. വെക്കുന്ന പരിപാടിയൊക്കെ കാണിച്ചു തരാം. മൊത്തം മിഷൻ വെച്ചിട്ടുള്ള പരിപാടിയാണ്. കാറ്റെല്ലാം അഴിച്ചു വിട്ടിട്ട് സെറ്റപ്പാണ് കേട്ടോ. അന്തേട്ടാ കാറ്റ് കളഞ്ഞാണോ? പിന്നെ ഇതിൻ്റെ ട്യൂബ് ഇങ്ങ് തരണേ, കാരണം വെച്ചാൽ ട്യൂബ് കിട്ടാൻ ഭയങ്കര പാടാ. ഞാൻ കഴിഞ്ഞോട്ടെ ഇതിൻ്റെ സ്പെയർ ട്യൂബ് മേടിക്കാൻ നടന്ന് എനിക്ക് അവസാനം 680 രൂപയായി എൻ്റെ സ്പെയർ ട്യൂബ് മാത്രം. 500 സംതിങ് ആട്ടോ, 580 രൂപ സ്പെയർ ട്യൂബിന്. ഭയങ്കര കാശാ കേട്ടോ. അപ്പോൾ ഈ ടയറൊക്കെ മാറ്റുന്ന ഒരു ട്യൂബ്ലെസ് ടയർ അല്ലാത്തത് കൊണ്ട് നമ്മുടെ ട്യൂബ് പിന്നെ പുതിയ ടയറിൻ്റെ കൂടെ എന്തായാലും ട്യൂബ് വരും. അപ്പം പിന്നെ പഴയ ട്യൂബ് മേടിച്ച് കയ്യിൽ വെച്ചേക്കണം കേട്ടോ, എന്തായാലും ഉപകാരപ്പെടും. നമ്മൾ ലഡാക്കൊക്കെ അടിച്ച സമയത്ത് നമ്മുടെ ഈ മേടിച്ച സ്പെയർ ട്യൂബ് ഇപ്പോഴും ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൂടെ കൂട്ടി എൻ്റെ 3ാമത്തെ ട്യൂബാണ്. ഇതേവരെ ട്യൂബ് അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വന്ന് വേറെ ഇടേണ്ടി വന്നിട്ടില്ല. ഇതിനകത്ത് ഒരു പഞ്ചറങ്ങാണ്ട് ഒട്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇല്ല ഇതല്ല. അപ്പോൾ ഇതിന് മുന്നിലുള്ള ഇതിന് മുന്നിലുള്ളത് ഒരെണ്ണം പഞ്ചർ കിട്ടിയായിരുന്നു. അന്ന് ഇതിന് മുന്നിലുള്ളതാണ് കേസ് നമുക്ക് പഞ്ചർ കിട്ടി. ഓർമ്മയില്ലേ, നമ്മുടെ RSA വിളിച്ചിട്ട് നമ്മുടെ റോയൽ എൻഫീൽഡുകാർ വീട്ടിൽ വന്ന് ഒട്ടിച്ചെന്ന്. അതിനുശേഷം നമ്മൾ ടയർ മാറ്റിയായിരുന്നു. അപ്പോൾ ആ ഒരു ട്യൂബ് പിന്നെ നമ്മൾ ലഡാക്കിൽ പോയപ്പം ഒരു സ്പെയർ ട്യൂബ് മേടിച്ചായിരുന്നു. 2 ട്യൂബ്, ഇപ്പം ഈ ഒരു ട്യൂബ്. ഇപ്പം 3 ട്യൂബ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. സ്പെയർ മേടിക്കാനാണെങ്കിൽ ഭയങ്കര ഇതാണ്. നമ്മൾ ലഡാക്കിൽ പോയപ്പോൾ സ്പെയർ മേടിക്കാൻ അവസാനം എറണാകുളത്ത് ബ്രാൻഡ് സ്റ്റോറിൽ പോയിട്ട് നമ്മൾ സ്പെയർ മേടിച്ചു. അന്ന് ഏകദേശം 500 സംതിങ് ആണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 500 സംതിങ് ആണ് അതിന് റേറ്റ് ആയത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ അപ്പോളോ പരീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ എന്നും കാണുന്നവർക്ക് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റൈഡിങ് എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം പറയും. ഞാൻ കുറേ റിവ്യൂ നോക്കിയിട്ടാണ് കേട്ടോ അപ്പോളോ എടുത്തത്. അപ്പോളോയുടെ റിവ്യൂ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതും പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉപയോഗിച്ച് വെച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ല ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ SLEET, അപ്പോളോ, MRF ഇത് 3ഉം കമ്പയർ ചെയ്യുമ്പം ഓഫ് റോഡ് ഓൺ റോഡ് എല്ലാം കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് SLEET തന്നെയാണ്. പക്ഷേ സോഫ്റ്റ് കോമ്പൗണ്ട് ടയർ ആയതുകൊണ്ട് SLEET പെട്ടെന്ന് തീരുന്നു എന്നുള്ള കംപ്ലൈൻറ്റ് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അപ്പോളോ എടുത്തവരെല്ലാം ഒരുവിധ ലൈഫ് കിട്ടിയെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോളോയ്ക്ക് MRFനൊക്കെ സെയിം ലൈഫാണ്. അപ്പം പക്ഷേ MRF കുറച്ചും കൂടെ ഒരു പിന്നെ വണ്ടി വാരുന്ന കണക്ക് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. MRF ഇട്ട ടയർ MRFിൻ്റെ ടയർ ഇട്ട വണ്ടി ഓടിച്ചപ്പോഴത്തേന് വണ്ടി ചെറുതായിട്ട് വാരുന്ന കണക്ക് ഫീൽ ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് MRF ഞാൻ ചൂസ് ചെയ്യാറ്. ഇത് അത്യാവശ്യം ഓഫ് റോഡ് പാറ്റേൺ എടുത്ത ടയർ തന്നെയാണ്. പിന്നെ കുറേ കൂടെ ലൈഫ് കിട്ടുമെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ നമ്മുടെ ഇതിന് കിട്ടിയ ലൈഫും കാര്യങ്ങളും എല്ലാം നമ്മൾ വരുന്ന ദിവസങ്ങളിലെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇനി ഒരു അപ്ഡേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തായാലും ടിംസന്റെ ടയർ തന്നെ ഇടും കേട്ടോ. കാരണം ഈ വട്ടം എനിക്ക് ടിംസന്റെ ടയർ ഇടണമെന്നുണ്ട്. ടിംസന്റെ ടയർ ഇട്ടു കേട്ടോ. ടിംസന്റെ ടയർ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഈ അളവ് ടിംസന്റെ വരുമ്പോൾ 5 രൂപ പുറത്ത് പോകത്തില്ല. 5 രൂപ പുറത്ത് പോകും. ബഡ്ജറ്റ് കമ്മിയാണ്. ആൾക്കാരൊന്നും പറയരുത് കേട്ടോ. കാരണം വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്ലീറ്റ് ബോയ് ആണ് നമ്മളെ ഇവിടം വരെ കൊണ്ട് എത്തിച്ച് നിർത്തിയേക്കുന്നത്. അപ്പോൾ ഇവനിക്കൊരു 5000 രൂപയുടെ ടയർ ഇട്ട് കൊടുക്കാനൊക്കെ ഉള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അല്ലെങ്കിൽ അവൻ നമ്മളെ നല്ലതായിട്ട് തെറി വിളിക്കും കേട്ടോ. അവന് പറയാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടല്ലോ. ഇനി ആ ഫ്രണ്ട് ടയറും മാറണം. ഒപ്പം തന്നെ അടുത്ത അപ്ഡേഷന് എന്തായാലും ടിംസന്റെ ടയർ തന്നെ ഇടും കേട്ടോ. അപ്പം ഈ ഒരു വട്ടം കൂടെ ബഡ്ജറ്റ് നല്ല കുറവായിരുന്നു. അതുകൊണ്ടാണ് എന്തായാലും ഈ ഒരു ടയർ പരീക്ഷിച്ചത്. പരിപാടിയൊക്കെ പട്ടപ്പട്ടേന്ന് കഴിഞ്ഞ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടാ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ഇതൊന്ന് ഇത് ചെയ്യുക ചേട്ടാ. പിന്നെ റൊട്ടേഷൻ എന്തോ ഒരു ഇതുണ്ടല്ലോ, അതെനിക്ക് അതെങ്ങനെയാ സംഭവം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. എന്ന് വെച്ചാൽ ഈ ഇതുണ്ടോ റിയർ റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഇത് കൊടുത്തിട്ടുണ്ട്.
അവർ ചെയ്തേക്കുന്നത് മുന്നോട്ട് തന്നെ കറങ്ങണം, മുമ്പിലോട്ട് തന്നെ കറങ്ങണം അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ കറങ്ങണം. ഓ ഇതിപ്പോ ഇങ്ങനെ തിരിഞ്ഞായി പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആ റൊട്ടേഷൻ അപ്പുറത്താണ്ട്. ഈ റൊട്ടേഷൻ കറക്റ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കണം അല്ലേ? ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം. ഇപ്പൊ ഈ നമ്മള് ഇട്ടേക്കുന്നത് തിരിച്ചായി പോയി കഴിഞ്ഞാൽ ടയർ അങ്ങോട്ടും കറങ്ങും, റൊട്ടേഷൻ ഇങ്ങോട്ടും കൊടുത്തേക്കും. വ്യത്യാസം വരും, തേയ്മാനം വ്യത്യാസം വരും. പിരിവരാന്നായി പോകും. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് നോക്കിയേക്കാം കേട്ടോ എല്ലാവരും. വണ്ടി ടയറൊക്കെ മാറ്റും. ഒരുവിധം എല്ലാ ഷോപ്പുകാർക്കും എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും നോക്കുക, കണ്ടോ റിയർ റൊട്ടേഷൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് കറക്റ്റ് ടയർ കറങ്ങുന്ന ഈ ആരോ കൊടുത്തേക്കുന്നത് കറങ്ങുന്ന റൊട്ടേഷനിൽ തന്നെ ആണോ എന്ന് നോക്കുക കേട്ടോ. ഓക്കെ ഓക്കെ. അതനുസരിച്ചിട്ടാണ് അവർ കണ്ടോ ഈ ഒരു കട്ടയുടെ പാറ്റേണും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഈ ഒരു ഇത് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ വണ്ടി കറങ്ങുമ്പോഴത്തേന് ഇത് ഓപ്പോസിറ്റ് ആയി പോകും, പാറ്റേണിന്റെ ഓപ്പോസിറ്റ് ആയി പോകും. ഇത് തേയ്മാനം കണ്ടേ നോക്കി. ഇതാണ് അപ്പോളോടെ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ. സിയറ്റാണ് കുറച്ചുകൂടെ എനിക്ക് കംഫോർട്ടും ഇഷ്ടമല്ല സിയറ്റാണ് കേട്ടോ. പക്ഷേ ഈ 6000 തീർന്നത് കൊണ്ടാണ് ഞാൻ ഈ അപ്പോളോ ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചത്. അപ്പോൾ കിടക്കുന്നത്ര കിടക്കട്ടെ. അപ്പം അതുപോലെ തന്നെ ഇത് ഒരുപാട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഹിമാലയ യൂസ് ചെയ്യുന്ന പയ്യന്മാർക്കൊക്കെ ചൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഈ വട്ടം അപ്പോളോ ആക്കിയത്. അല്ലെങ്കിൽ ആ സിയറ്റ് തന്നെ എടുത്തോളാം. ഇതിൻ്റെ ഒരു കംഫോർട്ട്നെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ അപ്പോളോ ഇട്ടേക്കുന്നത്. അടുത്ത് എന്തായാലും ടിംസണും അതുപോലെ തന്നെ ഇടയ്ക്ക് നമുക്കൊന്ന് MRF കൂടെ ഒന്ന് പരീക്ഷിക്കണം കേട്ടോ. അപ്പോൾ അച്ഛന്മാരെ നമ്മുടെ പുതിയ ടയർ ഇട്ടിട്ട് ഉള്ള ആദ്യത്തെ ഒരു റൈഡാണ്. അത്യാവശ്യം നേരത്തെ വണ്ടി ഹാൻഡിൽ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് വളമൊക്കെ വളയ്ക്കുന്ന സമയത്ത് നമുക്ക് വണ്ടി പിറവ് കൊണ്ട് ചെറുതായിട്ട് സ്കിഡ് ചെയ്യുന്ന രീതിയിലും അതുപോലെ ഇങ്ങനെയൊക്കെ ചരിക്കുന്ന രീതിയിൽ നമുക്ക് വണ്ടിക്ക് ഒരു ചെറിയൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. അത് ഞാൻ ഫ്രണ്ടിൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് വിചാരിച്ചാണ്. പക്ഷേ ടയർ മാറ്റിയപ്പോൾ ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് മാറി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് വാഷിങ്ങിനൂടെ കൊടുക്കണം. ചേട്ടൻ ഇറങ്ങി വരുവാ. ചേട്ടനാണ് നമ്മൾ ആകെ കൊലപ്പിച്ച് പറഞ്ഞത്. എല്ലാവരും അങ്ങോട്ട് പോവാം. മച്ചന്മാർ ഏതാണ്ട് കാർ വാഷ് 299 എന്നും പറഞ്ഞിട്ട് ബോർഡ് വെച്ചേക്കുന്നുണ്ടോ. അപ്പം അവിടെയാണ് നമ്മൾ കാർ വാഷിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അത്യാവശ്യം നല്ല തിരക്കാണെന്ന് തോന്നുന്നു കേട്ടോ. നൈസിനൊന്ന് നോക്കിയിട്ട് പോകാം. തിരക്കാണെങ്കിൽ ചെയ്യിക്കാൻ പറ്റൂല. നൈസിനൊന്ന് നോക്കിയിട്ട് വണ്ടി കഴുകാനായിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. 3-4 വണ്ടി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആലോചിച്ചപ്പോഴത്തേക്കും നമ്മുടെ ആയൂർ നമ്മുടെ ഒരു അടുത്തൊരു മച്ചാൻ ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട്. ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ചും കൂടെ ഓടി ഇങ്ങ് വരാം. അപ്പം തന്നെ നമ്മുടെ ഓൺ റോഡ് വണ്ടിയുടെ ടയർ ഇട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആയൂരോട്ട് വന്നത്. ഇപ്പം ആയൂർ നമ്മുടെ കാർ വാഷ് ചെയ്യാനുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. ഇവിടെ കാർ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ സ്ലീറ്റ് ബോയിയെ കുട്ടപ്പനാക്കാനായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ കാർ വാഷിങ് മാത്രമല്ല കേട്ടോ, ഭയങ്കര സൗണ്ട്. ടൗണിൽ നല്ല സൗണ്ടാണ്. ഓക്കെ കാർ വാഷ് ടൗൺ എന്ന് പറയുന്ന ഒരു ഷോപ്പിന് മുമ്പാണ് കേട്ടോ. കാർ വാഷ് മാത്രമല്ല ഇവിടെ എല്ലാ സംഭവവും ഉണ്ട്. നമ്മുടെ ബൈക്ക് സെറാമിക് ചെയ്യും. വണ്ടി ഇതിനകത്ത് അത്യാവശ്യം നല്ലൊരു വണ്ടിയൊക്കെ കാണുന്നുണ്ട്. ഞാൻ എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഞാൻ വഴി പറഞ്ഞുതരാം. അപ്പം നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ വണ്ടി കാണിച്ചു തരാം. സ്ലീറ്റ് ബൈക്കിട്ടാ കണ്ട നമ്മുടെ ചെറുക്കൻ കുളിക്കാനായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഇവൻ കുളിച്ച് കുട്ടപ്പനായിട്ട് വേണം നമുക്ക് ഇവനെ എടുത്തിട്ട് പോകാനായിട്ട്. ഫോം അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പവർ കൂടിയിട്ടുള്ള മിഷനാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ. വണ്ടിയുടെ വാഷിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ചിറക്ക അവിടെ നിന്ന് ഇനി തുടയ്ക്കുന്ന പരിപാടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി കുട്ടപ്പനാവും. ചെയിൻ ലൂബ് മിക്കവാറും നമുക്ക് അടിക്കേണ്ടി വരും കേട്ടോ. വീട്ടിൽ പോയിട്ട് അത്യാവശ്യം മറ്റേ മിഷ്യൻ വെച്ച് അടിച്ചപ്പോഴത്തേന് എല്ലാ സാധനവും പോയി കേട്ടോ. നമുക്ക് പോകുന്ന വഴി വീട്ടിൽ പോയിട്ടൊന്ന് ക്ലിയർ ചെയ്യാം, അതായിരിക്കും നല്ലത്. ഒട്ടും ലൂബില്ല ഇപ്പം. നമുക്ക് പോകുന്ന വഴി ലൂബൊന്ന് മേടിക്കണം. ലൂബ് നമ്മുടെ കയ്യിലും ഇല്ല. നമുക്ക് പോകുന്ന വഴി ലൂബ് മേടിക്കുന്നവരാണ് കാണിക്കാമേ.
പേയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹിമാലയനൊക്കെ 150, ചെറിയ വണ്ടിയൊക്കെ വന്നിട്ട് 120 ഇവിടുത്തെ റേറ്റ് വരുന്നത്. കണ്ണി തന്നെ വെയിലടിക്കുന്നത് ഡാർക്ക് വെയിൽ. ഓക്കെ, ഇപ്പോൾ സെറ്റായി. അപ്പോൾ വണ്ടിയൊക്കെ വരുന്നത് വലിയ വണ്ടിയൊക്കെ 150, ചെറിയ വണ്ടിയൊക്കെ 120 നമുക്ക് റേറ്റ് വരുന്നത്. നമ്മൾ പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്, നൗഫൽ, നമ്മുടെ വയക്കലുള്ളതാണ്. കുറേ നാളായി നമ്മുടെ ആക്സിഡൻ്റൊക്കെ പറ്റി കുറേ ദിവസം കൊണ്ട് കിടപ്പായിരുന്നു. അപ്പം കുറേ നാളുകൂടി കണ്ടതാണ്. അപ്പോൾ അച്ഛനൊരു ഹായ് പറഞ്ഞത് സബ്സ്ക്രൈബ്. അപ്പോൾ അവനെ കണ്ട അവൻ്റെ വണ്ടി കാറ് വാഷ് ചെയ്യാൻ വന്നതാണ്. കാറ് വാഷും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫണ്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ പോകുന്ന വഴി ഒരു ചെയിൻ ലൂബ് മേടിക്കണം. അങ്ങനെ കൊച്ചു കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ പിന്നെ വേറൊരു വ്ളോഗായിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ കാറിൻ്റെ വാക്സ്, പിന്നെ അതുപോലെ സെറാമിക് കോട്ടിങ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളും സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് രൂപത്തിൽ എഴുതിയേക്കുക. ഞാൻ എന്തായാലും കൂടുതലായിട്ട് ചെയ്യുന്നതായിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാഷിംഗാണ് കേട്ടോ. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാഷിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഈ ആയൊരു ഭാഗത്ത് ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു കടയാണ് കേട്ടോ. ഇവിടെ കുറച്ച് ഇങ്ങോട്ട് വന്നാൽ മതി, ഭവാനി എന്ന് പറയും. അപ്പം നമുക്ക് ചെയിൻ ലൂബ് ഒന്ന് നോക്കിയിട്ട് പോകാം. ചെയിൻ ലൂബ് മറ്റേ ലിക്കുമോളി ഉണ്ടോ? അപ്പോൾ ചെറുത് വന്നിട്ട് ചെറുത് ഇതാണ് മോട്ടീവിൻ്റെ 2 ചെറുതും വലുതും ഇതാണ് കേട്ടോ. നമ്മളിപ്പം കുറേ നാളുകൊണ്ട് മോട്ടീവിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ മോട്ടീവ് നല്ലൊരു ബ്രാൻഡാണെന്ന് പറയാം. കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. മോട്ടീവ് അടിച്ചു കഴിഞ്ഞാൽ 245 രൂപയ്ക്ക് 150 ml, പിന്നെ 545 രൂപയ്ക്ക് 400 ml ആണ് വരുന്നത് കേട്ടോ. നല്ല ചെയിൻ നല്ല രീതിക്ക് പമ്പ് വെച്ച് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒന്ന് ചെറുതായിട്ട് ലൂബ് അടിച്ചിട്ട് പോയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പം സാധാരണ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ലൂബ് അപ്ലൈ ചെയ്യാവൂ. ഒരുവിധം ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ലൂബ് അടിച്ചിട്ട് പോകാം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ലൂബ് ഇല്ലെങ്കിൽ പണി കിട്ടും. എന്നിട്ട് നമുക്ക് അടുത്ത ഇതിൽ നമുക്ക് സ്വന്തമായിട്ട് വാഷ് ചെയ്തിട്ട് അങ്ങ് ഇത് ചെയ്യാം. സൈഡ് സ്റ്റാൻഡ് കിടക്കുകയാണെങ്കിൽ വണ്ടി സ്റ്റാർട്ടായിട്ടില്ല. ഷെയ്ക്ക് ചെയ്തിട്ട് മാത്രമേ അടിക്കാവൂ കേട്ടോ. ഓക്കെ, ഓവറായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഇത് ബാഗ് ഇട്ടേക്കും, നമുക്ക് ഒരു ഉപകാരം ഇല്ലാതായി പോകും കേട്ടോ. അപ്പോൾ നോർമലായിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള റണ്ണിങ്ങിനൊന്നും അല്ല ഇത് അടിക്കണ്ട. കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ബാക്കി അടിയൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ട് അടിക്കാം. അപ്പോൾ വാഷിങ് കഴിഞ്ഞിട്ട് വന്ന വഴിക്ക് നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും ചെയിൻ വാഷ് ചെയ്യാതെയും ക്ലിയർ ചെയ്യാതെയും നനവോട് കൂടിയിട്ട് ലൂബ് അടിക്കരുത് കേട്ടോ. നമ്മൾ പിന്നെ കുറച്ച് അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒട്ട് ലൂബില്ല. അപ്പം നമുക്ക് ലൂബില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ചെയിൻ നല്ല രീതിയിൽ പണി. അപ്പം മച്ചാന്മാരെ, ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കുക. അതിനുള്ള കാരണവും കൂടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയേക്കുക. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണെന്ന ബെല്ലൈക്കൻ ചവിട്ടി പിടിച്ച് കിണി അടിച്ചേക്കുക. എന്നാലും അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ മച്ചാന്മാരെ, അടുത്ത വീഡിയോ വരേക്കും ബൈ. സ്ലീറ്റ് ബൈ.